ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പയർ മെഴുക്കോട്ടി വെക്കാം. വേറെ വ്യത്യസ്തമായ രീതിയിലൊരു പയർ മെഴുക്കോട്ടി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത്. നമ്മുടെ പയർ മെഴുക്കോട്ടി ചെയ്യുവാനായിട്ട് ആദ്യമേ പയർ ഇതേപോലെ കട്ട് ചെയ്ത് വെക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഗ്യാസിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് ഞാൻ നമ്മുടെ പയർ കട്ട് ചെയ്തത് ഒന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ, അതൊന്ന് വേവട്ടെ. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇത് കുറച്ച് ചുവന്നുള്ളിയാണ്. ഈ ചുവന്നുള്ളി മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കണം. ചുവന്നുള്ളി മിക്സിയുടെ ജാറിലിട്ട് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് അരഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ അമ്മിക്കല്ലുണ്ടല്ലോ, അതിൽ ചതച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അമ്മിക്കല്ല് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ ചെയ്തത്. അമ്മിക്കല്ലുള്ളവർ അമ്മിക്കല്ലിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. ആ പയറിപ്പോൾ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുതായി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പം നമ്മുടെ പയറിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് വറ്റിയ ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. വെള്ളം വറ്റിയ ശേഷം ഞാൻ പയർ മെഴുക്കോട്ടി ഇതേപോലെ ഒരു പയറിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുക. അതേ പാൻ തന്നെയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആ ചുവന്നുള്ളിയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ചുവന്നുള്ളി എണ്ണയിൽ കിടന്നൊന്ന് വാടണം. ഇപ്പോൾ ചുവന്നുള്ളി എണ്ണയിൽ കിടന്നൊന്ന് വാടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ച മണമുണ്ട് ചുവന്നുള്ളി. അത് പോയി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ കാശ്മീരി മുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. ഇനി നമ്മളിതിലേക്ക് നമ്മൾ മുമ്പേ വേവിച്ച് വെച്ച പയർ കൂടി ചേർത്ത് കൊടുക്കും. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചപ്പോൾ അതാ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ചെറു തീയിൽ കുറച്ച് സമയം ഇങ്ങനെ കിടന്ന് വേവണം. നമുക്ക് ആദ്യം ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയ ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അത് വേവുന്നതിനായിട്ട്. മെഴുക്കോട്ടിലെ ഉപ്പെല്ലാം നല്ല പാകത്തിനാക്കിയിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അതായത് നമ്മുടെ പയർ മെഴുക്കോട്ടി എല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.